ഹലോ പ്രിയപ്പെട്ട 9ാം ക്ലാസ് അറബിക് എക്സാമിന് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളെ നിർബന്ധമായും ചോദിക്കാൻ സാധ്യതയുള്ള 100% ഉറപ്പുള്ള ഒരു ഗ്രാമർ ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാം. നോക്കാം. നമുക്ക് ഇവിടെ നിങ്ങൾ മിക്കവാറും സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിക്കൊണ്ടോ ജംഉ മുഅന്നസ് സാലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഉ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജംഉ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബഹുവചനമാണ്, പ്ലൂറൽസ് ആണ്. മുഅന്നസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗ് ആണ് കേട്ടോ. എന്താണ് സ്ത്രീലിംഗ് ആയിട്ടുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ദാഹിബുൻ എന്ന് എടുക്കുന്നു. ദാഹിബുൻ ഇതിൻ്റെ അർത്ഥം എന്താ? ഇത് പുല്ലിംഗമായിട്ടുള്ള വാക്കാണ്, കാരണം അതിന് അവസാനത്തിൽ എന്തില്ല? ത് ഇല്ല. എന്നാൽ ഇതിന് സ്ത്രീലിംഗ് ആയിട്ടുള്ള സെയിം വാക്കിൻ്റെ വാക്ക് എന്താ? ദാഹിബത്തുൻ എന്നുള്ളതാണ് ഇതിന് സ്ത്രീലിംഗമായിട്ടുള്ള വാക്ക്. ഓക്കെ, അപ്പോൾ ഈ സ്ത്രീലിംഗമായിട്ടുള്ള വാക്കുകളുടെ ജംഉ ബഹുവചനം, ഇത് സിംഗുലറാണ്, ഏകവചനാണ്. ഇതിൻ്റെ ബഹുവചനം കണ്ടെത്താനുള്ള ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് എക്സാമിന് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ അതിന് ജംഉ കണ്ടെത്താം നോക്കാം. നമുക്ക് ഇങ്ങനെ അവസാന തായിൽ അവസാനിക്കുന്ന ഏതൊരു വാക്കിൻ്റെയും ജംഉ ബഹുവചനം കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ? നിങ്ങൾ ചെയ്യേണ്ടത് ഈ അവസാനമുള്ള താ ഇല്ലേ, ആ താ നിങ്ങൾ കട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ ഇപ്പം എന്ത് കിട്ടും? അപ്പം എന്ത് കിട്ടും? ദാഹിബ എന്ന് കിട്ടും അല്ലേ? ദാഹിബ എന്നായി അല്ലേ? അവസാനത്തെ നമുക്ക് ദാഹിബായി. പ്ലസ് എന്ത് ചെയ്യണം എന്നറിയോ? പ്ലസ് നിങ്ങൾ അലിഫും താവും ചേർക്കണം. ഓക്കെ, അപ്പം എന്ത് ചെയ്യും? ദാഹിബാത്തുൻ. ഓക്കെ, ക്ലിയർ? അപ്പം എന്ത് ചെയ്തു? അവസാന തായിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗമായിട്ടുള്ള വാക്കിൻ്റെ ജംഉ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അവസാന താവ് കട്ട് ചെയ്യുന്നു, എന്നിട്ട് പ്ലസ് അലിഫ് താവ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനിയോ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മുസ്ലിമത്തുൻ അവസാന തായിൽ അവസാനിക്കുന്ന വാക്കാണ്, സ്ത്രീലിംഗമായിട്ടുള്ള ജംആണ്, എന്ന് വെച്ചാൽ മുഅന്നസ് ആയിട്ടുള്ള ജംആണ്. ഇത് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. മുഅന്നസ് ജംഉ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്ത്രീലിംഗമായ വാക്കിൻ്റെ ജംഉ. ഓക്കെ, അപ്പോൾ മുസ്ലിമത്തിന് നമ്മൾ എന്ത് ചെയ്തു? ഈ ത് കട്ട് ചെയ്തു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? പ്ലസ് അലിഫ് താ. ഇപ്പം എന്ത് കിട്ടൂടാ? മുസ്ലിമത്ത് കട്ട് ചെയ്യുന്നുണ്ട്, മുസ്ലിമാത്തുൻ. കണ്ടോ? ക്ലിയർ? അപ്പം ഇങ്ങനെ വളരെ ഈസിയായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ജംഉ കണ്ടെത്താം. ഇനി ചിലപ്പോൾ ഇൻകേസ് നിങ്ങളോട് ചോദിക്കുന്നത് അവസാനം ഇപ്പോൾ ദാരിസാത്തുൻ, അവസാനം അലിഫും തായിൽ അവസാനിക്കുന്ന ജംഉ തരും. എന്നിട്ട് നിങ്ങളോട് അതിൽ പറഞ്ഞു നിങ്ങൾ അതിന് സിംഗുലർ കണ്ടെത്താൻ വേണ്ടി പോരും. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അലിഫും തായിനെ നമ്മൾ മൈനസ് ചെയ്യണം അല്ലേ? കട്ട് ചെയ്യണം. അലിഫും തായിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ദാരിസ, അലിഫും കട്ട് ദാരിസ വരും. എന്നിട്ടോ പ്ലസ് ത് നമ്മൾ ആഡ് ചെയ്യണം. നോക്കാം നമുക്ക്. ദാരിസ കട്ട് ചെയ്തതുണ്ട്, ത് ആഡ് ചെയ്തു, ദാരിസത്ത്. കണ്ടോ? അപ്പോൾ അലിഫും തായിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗമായ ജംഇൻ്റെ സിംഗുലർ കണ്ടെത്താൻ അവസാനത്തെ അലിഫും താ ഒഴിവാക്കി ഈ താ ആഡ് ചെയ്താൽ മതി. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താൻ പറ്റും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നേരം ചിലപ്പോൾ നിങ്ങൾക്ക് അവസാന തായിൽ അവസാനിക്കാത്ത വാക്കിൻ്റെ, നോർമൽ വാക്കിൻ്റെ ജംഉ എഴുതാനും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് മിസ്സാവരുതില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അവസാന തായില്ലാത്ത വാക്കിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ടതാണ് പ്ലസ് ഊന എന്ന് ചേർക്കുക, വാവിന് ഊനും ചേർക്കുക. അപ്പോൾ എന്ത് കിട്ടും? അതിന് ജംഉ അങ്ങനെ കിട്ടും, ദാഹിബുൻ പ്ലസ് ഊന. അപ്പം എന്ത് ചെയ്യും? ദാഹിബൂന. ഓക്കെ, ഇനിയോ ഒന്നുകൂടി നോക്കാം. അങ്ങനെയെങ്കിൽ ഒരു എക്സാമ്പിളും, മുസ്ലിമുൻ അവസാനം താ ഇല്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ ജംഉ കിട്ടാൻ പ്ലസ് ഊന നമ്മൾ ചേർത്തു. എന്ത് കിട്ടും? മുസ്ലിമൂന. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനിയോ നേരെ തിരിച്ചും അവസാനം തോലിബൂന അവസാനം വാവിലും നൂനിൽ അവസാനിക്കുന്ന ജംഉ. ഇത് പുല്ലിംഗമായിട്ടുള്ള ജംആണ് അല്ലേ? മുദക്കർ എന്നതിന് പറയാം. ഓക്കെ, എന്താ പറയുക? ഇതിന് മുഅന്നസ് ആണെങ്കിൽ പുല്ലിംഗത്തിന് എന്താ അറബിയിൽ പറയാം? മുദക്കർ എന്നാണ് പറയാം കേട്ടോ, മുദക്കർ. ഓക്കെ, മുദക്കർ ആയിട്ടുള്ള വാക്കിൻ്റെ സിംഗുലർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഊന ഒഴിവാക്കിയാൽ മതി അല്ലേ? എന്ത് ചെയ്താൽ ഇതിന് കിട്ടാൻ ചെയ്യേണ്ടത്? ഊന എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? ഊന കട്ട് ചെയ്താൽ തോലിബുൻ. ഓക്കെ, ക്ലിയർ? ഈസി ആണല്ലോ. നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം വന്നാൽ ആ മാർക്ക് ഷുവറായി കിട്ടണം. ഓൾ ദ ബെസ്റ്റ്.